ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 18-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ ലയീഷ് ദേശം ഒറ്റുനോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗൃഹബിംബവും കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചുകൊള്ളുവിൻ. ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എന്ന വസ്തുത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ആരംഭിക്കുന്നത്. എന്നാൽ ഇസ്രായേല്യർ അവരുടെ യഥാർത്ഥ രാജാവായ ദൈവത്തെ അംഗീകരിച്ചിരുന്നുമില്ല. മാത്രമല്ല, ഇസ്രായേലിൽ രാജാവില്ലാത്തതിനാൽ ജനങ്ങൾ അവർക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. അതിനാൽ അവർ മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവവിശ്വാസം എന്നത് ബാഹ്യമായ പ്രകടനങ്ങൾ അല്ല. മീഖാവ് എന്നൊരു വ്യക്തിയെ നാം ഇവിടെ കാണുന്നു. അദ്ദേഹം തീക്ഷ്ണതയുള്ള ഒരു ഭക്തനായിരുന്നു. അതിനാൽ അദ്ദേഹം ദേവാലയം പണിയുകയും മതപരമായ ആവശ്യങ്ങൾക്കായി ഏഫോദ് ഉണ്ടാക്കുകയും ഒരു പുരോഹിതനെ നിയമിച്ചാക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഇവയൊന്നും ദൈവിക കൽപ്പന പ്രകാരമോ ദൈവവിശ്വാസത്തിൽ ഉറച്ചതോ ആയിരുന്നില്ല. അങ്ങനെ മീഖാവിൻ്റെ തെറ്റായ വിശ്വാസങ്ങൾ തെറ്റായ പ്രവൃത്തിയിലേക്കും മറ്റുള്ളവർ അത് പിന്തുടരുന്നതിലേക്കും നയിക്കുന്നു. അതിനാൽ ദൈവവിശ്വാസം എന്നത് ഒരിക്കലും ബാഹ്യമായ പ്രകടനങ്ങൾ ആകരുത്. എൻ്റെ ഭക്തി ബാഹ്യ പ്രകടനമാണോ? എൻ്റെ വിശ്വാസം ബാഹ്യമായ പ്രകടനമാണോ എന്ന് നമ്മൾ ശോധന ചെയ്യുക. അത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവവചനം. ആ ദൈവവചനത്തിൽ നാം ആശ്രയിച്ച് ജീവിച്ചാൽ യഥാർത്ഥമായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, നമ്മുടെ പാപ സ്വഭാവങ്ങൾ മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. മീഖാവിൻ്റെ വ്യാജ ദൈവങ്ങൾ ഇസ്രായേലിലെ ഒരു മുഴുവൻ ഗോത്രത്തിൻ്റെയും ഇടയിൽ നിരവധി തലമുറകളോളം നിലനിൽക്കുകയും അത് ജനത്തെ വ്യാജമായ ആരാധനയിലേക്ക് നയിക്കുകയും ചെയ്തു. അതിനാൽ നമ്മുടെയും പാപകരമായ ചിന്തകളും പ്രവർത്തനങ്ങളും അത് മറ്റുള്ളവരെയും പാപത്തിന് അടിമകളാക്കുന്നു എന്ന് നാം ചിന്തിക്കുക. ഇത്തരം പാപ സ്വഭാവങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടുവാനും നമ്മുടെ പാപ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ യഥാർത്ഥമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നവരായും പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നവരായും തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ബാഹ്യമായ മത ആചാരങ്ങളിൽ നിന്നും പാപ സ്വഭാവങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.